ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിഷയം സുഖം വിചാരിക്കുന്നു. നാളെയാണ് നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത്. ഇന്നാണ് കുറേ തിരക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്നാണ് ഞാൻ എൻ്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വാങ്ങിയ സാധനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ മറക്കാതെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ സ്കൂൾക്ക് വാങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത് നമ്മൾ ദർശനിൽ നിന്നാണ്. സാധാരണ എജുമാർട്ട് എജു സിറ്റി എന്നൊക്കെയാണ് വാങ്ങാറുള്ളത്. ഇപ്രാവശ്യം മാറ്റി പിടിച്ച് ദർശനിൽ നിന്ന് പോയാൽ വിചാരിച്ചിട്ട് അമ്മാട് ദർശനിൽ നിന്നാണ് ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ആവശ്യമുള്ളതും ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ദർശനാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ദർശൻ്റെ കവറിനെ തുടങ്ങാം. എന്തായാലും നമുക്ക് അതിന് നമ്മൾ സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കാര്യമില്ല, അത് ഇടാൻ സാധനങ്ങളല്ലേ. എന്താ അതന്നെ നമ്മുടെ ബാഗ്, എൻ്റെ കഴിഞ്ഞ ബാഗ് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നത്. അപ്പോൾ അത് കണ്ടാലോ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമുക്ക് എൻ്റെ ബാഗ് കണ്ടാലോ. ഇതാ ഒരു സിമ്പിൾ ആൻഡ് ഒരു കുറച്ച് കുഴപ്പമില്ലാത്തൊരു ബാഗാണ്. കഴിഞ്ഞ കൊല്ലത്തെ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കട്ടിങ്ങാൻ എനിക്ക് ഓർമ്മയില്ല, എല്ലാം കാണിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതാണ് എൻ്റെ ബാഗ്. ഇപ്പോൾ ഇതാണ് കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ബാഗാണ്. ഈ കൊല്ലം ഞാൻ 7ാം ക്ലാസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ വേറെ ബാഗൊന്നും വാങ്ങാനൊന്നുമില്ല. ഞാൻ ഈ ബാഗിന് എടുക്കാം, അത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിന് എത്ര കഴിഞ്ഞത്തെ ബാഗ് ആയതുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങൾ പോയിക്കണം, നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഇതാട്ടോ ഒരു ബാഗ്. ഇതിൽ എത്ര സിപ്പ് വരുന്നത് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ തുറക്കാൻ പറ്റിയ ഒരു അറുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ അതിന് മേലെ തന്നെ ഒരു അറ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരു അറ വരുന്നുണ്ട്, ഇവിടെ ഒരു അറ വരുന്നത്. അങ്ങനെ നന്നായിട്ട് 1 2 3 4 5 അറകളാണ് വരുന്നത്. നമുക്ക് 5 ഇത് വേഗമല്ല 5 അറകളാണ് ഗൈസ് നമ്മുടെ ഭാഷ പറയണമെങ്കിൽ വരുന്നത്. ഇനി 5ാമത്തെ അറയത്തിനുള്ളിൽ തന്നെ ഒരു അറകൾ നമുക്ക് വരുന്നുണ്ട്. ഒരു ഗ്രീൻ കുഴപ്പമില്ല, ഈ കളർ ഗ്രീൻ എന്താ പറയുക എനിക്കറിയില്ല. ഇതാണ് ഗൈസ് എൻ്റെ ബാഗ്. ഇനി അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് ഗൈസ്, നമുക്ക് അടുത്തതിൻ്റെ കുട കാണാം. കുടൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ എനിക്കില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ ബസ്സിലാണ് പോകുന്നത്. പക്ഷേ അഥവാ ബസ്സില്ലാത്ത ദിവസം ചിലപ്പം എക്സാമിനൊന്നും ചിലപ്പോൾ ബസ് ഉണ്ടാകുന്നില്ല, ചില നേരത്തേക്ക് ചിലപ്പോൾ ബസ് ഉണ്ടാകാതിരിക്കാം. അതുപോലെ എക്സാമിൽ ചിലപ്പോൾ നടന്നായിരിക്കും വരിക. അപ്പോൾ മഴ പെയ്താലോ അതിലേക്ക് മദ്രസ്ക്കും പോകാനുള്ളതാണ്, മദ്രസ്ക്ക് കണ്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ കുട ഉണ്ടല്ലോ. ഇതാണ് ഗൈസ് എൻ്റെ കുട. ഇതും എൻ്റെ ബാഗും സാമ്യം നല്ലോണം എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലയുണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ള കുട പൂപ്പിൻ്റെ കുട കേട്ടോ, പൂപ്പി. അപ്പോൾ ഈ കളർ കൂടിയാതെ ഇങ്ങനെ ആയിരിക്കും. ഒരു ചെറിയൊരു കുടയാണ്, കുഴപ്പമുണ്ട്. ദർശനയുടെ സംഭവം ഗൈസ് എനിക്ക് പഠിച്ചിട്ടുള്ളതാണ്. വളരെ എൻ്റെ കുട ഇല്ല. ഇന്നത്തെ സാധനം നമുക്ക് കാണാം. അടുത്ത് നമുക്ക് എൻ്റെ ബോക്സ് കാണാം. പല സാധനങ്ങളും കഴിഞ്ഞ പ്രാവശ്യത്താണ് ഞാൻ കൊണ്ടുവന്നത് കേട്ടോ, അതായത് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് എൻ്റെ ബോക്സ് ആണ് ഇതാണ് കേട്ടോ. കുറച്ചൊക്കെ പൂക്കിയാണ്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. പൂക്കി നോക്കി എന്നാലും അതിൻ്റെ നേരം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇത് ബോക്സ് ആയിട്ട് കൊണ്ടുപോകാം ഗൈസ്, പക്ഷേ കൊണ്ടുപോയില്ല. നമുക്ക് പോയി നമ്മളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു ബോക്സ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. ക്യൂട്ട് ബിയർ എന്നാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. നല്ല എസ്തെറ്റിക് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ബോക്സ് കണ്ടില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബോക്സാണ്. ഒരു പൗച്ചുമായിട്ട് നമുക്ക് കൂട്ടാം, ബോക്സ് ആയിട്ട് കൂട്ടാം. ഇത് ഞാൻ കഴിഞ്ഞെല്ലാം ദുബായിൽ പോയി വന്നപ്പം കൊടുന്നതായിരുന്നു. കഴിഞ്ഞെല്ലാം കൊണ്ടുപോകാൻ വെച്ചിട്ട്, പക്ഷേ കഴിഞ്ഞെല്ലാം ഉപയോഗിച്ചില്ല. ഈ കൊല്ലത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ ഗൈസ്, ഇത് ഓപ്പൺ ചെയ്താൽ വരുന്നത് ഇങ്ങനെ ഒരു കുറച്ച് സ്പേസ് ഉള്ളൂ. ഇതാ ഇങ്ങനെ നമ്മുടെ പെണ്ണും മനസ്സിലൊക്കെ ഇട്ടാക്കാൻ പറ്റും. ആണെങ്കിൽ നമുക്ക് ദൂരെ വെക്കാം കേട്ടോ. ഇതാ ഇങ്ങനൊരു സംഭവമാണ് നമ്മുടെ ബോക്സിൽ. എന്നാണ് ഗൈസ് എൻ്റെ ബോക്സ്. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒച്ചുണ്ട് ഗൈസ്. ഈ ബോക്സിനുള്ളിൽ ഇടാൻ വേണ്ടിയുള്ള സാധനം എന്തൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ പ്രധാനപ്പെട്ട പിന്നെ ഞാൻ എപ്പോഴും പെണ്ണ് വാങ്ങാറുള്ളത് ലെക്സിൻ്റെ ആണ്. എനിക്ക് എഴുതാൻ സുഖമുള്ളതും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെണ്ണായിട്ടാണ് ലെക്സാണ്. നിങ്ങളുടെ ഫേവറേറ്റ് പെണ്ണ് ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോക്സിനുള്ളിൽ ഇടാൻ ഉള്ള ഫസ്റ്റ് സാധനം പെണ്ണാണ്. അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മളെ പ്രിയപ്പെട്ട ഹൈലൈറ്ററാണ് കേട്ടോ. കണ്ടോ, ഇത് ഒരു പിങ്ക് ഹൈലൈറ്ററാണ്, ഡോംസിൻ്റെ ആണ്. എനിക്ക് ഡോംസും ഇഷ്ടമാണ്, ക്യാമലും ഇഷ്ടമാണ്. ഏതായാലും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഒരു ഇതാണ് മൈൻഡാണ്. അപ്പോൾ ഡോംസിൻ്റെ ഒരു പിങ്ക് ഹൈലൈറ്റർ ഒന്നും മതി ഗൈസ്. എനിക്ക് ഇത് കഴിഞ്ഞ അടുത്ത് വാങ്ങാനാണ് എൻ്റെ വിചാരം. ഓക്കെ, ഇത് ഡോയ്സിൻ്റെ ഹൈലൈറ്റർ. അപ്പോൾ രണ്ടാമത്തെ സാധനം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വൈറ്റ്നർ. ഞാൻ 7ാം ക്ലാസ്സിലാണ് ഇപ്പോൾ വൈറ്റ്നർ വാങ്ങിയിട്ടുള്ളത്. സാധാരണ ഞാൻ വൈറ്റ്നർ വാങ്ങാറില്ല. 7ാം ക്ലാസ് അത്യാവശ്യമായിരിക്കും എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഹൈലൈറ്റർ വാങ്ങിച്ചു കേട്ടോ. കുറച്ച് വലുതാണ്, ബ്ലൂ ആണ് കേട്ടോ ഗൈസ്. അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെ പെൻസിലാണ് ഗൈസ്. അപ്സറേൻ്റെ ഒരു പെൻസിൽ. ഇതിൻ്റെ പെട്ടി എൻ്റെ അമ്മ ആദ്യം തന്നെ എൻ്റെ അനിയന്മാരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്ത് വെച്ചിരിക്കണം. ഇതിന് ഞാനിപ്പോൾ ഈ ഒറ്റ പെൻസിൽ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു അപ്സറേൻ്റെ ഒരു പെൻസിലാണ്. പിന്നെ ഇതാ ഒരു കൂർപ്പി, എൻ്റെ ബോക്സിന് സാമ്യമുള്ള കൂർപ്പിയാണ് ഗൈസ്. ഒരു പർപ്പിൾ, ഒരു മുട്ടായൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഷേപ്പ് പോലെയാണ് പോകുന്നത് കേട്ടോ. കണ്ടോ ഇത്. പിന്നെ ഞാൻ ബാക്ക് ടു സ്കൂളിന് വേണ്ടി വാങ്ങിയതല്ല. കഴിഞ്ഞ പ്രാവശ്യം 6ാം ക്ലാസ്സിൽ ഞാൻ ട്രിപ്പ് പോയി സിൽവർ സ്റ്റോണിന്. അതൊന്നും ഞാൻ വാങ്ങിയൊരു സംഭവമാണ്. ഞാൻ പ്രാവശ്യം കൊണ്ടുപോകില്ല ഗൈസ്. കൊണ്ടുപോകണമെങ്കിൽ തന്നെ ബാഗിൻ്റെ ഉള്ളിലേ വെക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതിനുള്ളിൽ കുറച്ച് സ്ക്യൂബും കുറച്ച് മുത്തുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു മനമാറ്റി പെൻസിലാണ് അത് വരുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഞാൻ സ്കൂൾ കൊണ്ടുപോകില്ല, പക്ഷേ ബാക്ക് ടു സ്കൂളിൻ്റെ സാധനം ആയതുകൊണ്ട് ഞാൻ ബാക്ക് ടു സ്കൂളിൻ്റെ വീഡിയോ ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എൻ്റെ എറൈസർ കാണാം. എറൈസർ ബോക്സിൽ സാമ്യമായ ഒരു ക്രോമിൻ്റെ ഒരു എറൈസറാണ്. പിന്നെ ഒരു ലവിൻ്റെ എറൈസർ, പിന്നെ ഒരു ഹണി ബി. അങ്ങനെ 3 എറൈസറാണ് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത്. സാധാരണ ഒറ്റൊരു എറൈസർ സിമ്പിൾ വൈറ്റ് മതി. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എൻ്റെ അമ്മായിൻ്റെ മോള് തിരുപ്പൂരാണുള്ള പുതിയ വെള്ളപ്പാണ്. അപ്പം അവിടുന്ന് വരുമ്പോൾ എനിക്ക് കൊടുക്കുന്നതാണ് ഇങ്ങനത്തെ കുറേ പാക്കറ്റുള്ള, ഇങ്ങനത്തെ പല പല ഷേപ്പുള്ള പാക്കറ്റ്. അതിന് 3 എടുത്ത് വെച്ചു മാത്രമേ ഉള്ളൂ. ഈ 3 എറൈസറാണ്. ഇനി നമുക്ക് അടുത്ത എൻ്റെ ജോമെട്രി ബോക്സ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ജോമെട്രി ബോക്സ്. എൻ്റെ ബാഗും അതുപോലെ തന്നെ എൻ്റെ കുടയും ജോമെട്രി ബോക്സും ഒരു പച്ചയാണ്. പല പല കളറുള്ള പച്ചയാണ്, പല പല ഷെയ്ഡുള്ള പച്ച. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പലതും ഡോംസാക്കാരും പലതും ക്യാമറ ആയിരിക്കും.
ഡോംസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ജോമെട്രി ബോക്സ് ബ്ലൂ ആയിരുന്നു, പ്രാവശ്യം ഗ്രീൻ ആക്കി ഗൈസ്. നമുക്കിത് പുതിയതായതുകൊണ്ട് നല്ല സുന്ദരമായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് പച്ച കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം തിരിച്ച് ഇതിൻ്റെ പല അറിയിട്ടുണ്ട്, അങ്ങ് ഉറപ്പിച്ച് നല്ല ഗൈസ്, എനിക്ക് അത്ര ഇഷ്ടമായി. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അത് തുറന്നാൽ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾക്കറിയില്ല, അറിഞ്ഞത് തന്നില്ല. നിങ്ങൾക്ക് കണ്ണാട പോലെ നോക്കാം, പക്ഷേ കാണില്ല എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനുള്ളിൽ വരുന്നത്. പക്ഷേ ഇതിനുള്ളിൽ വെറൈറ്റി ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം നിങ്ങൾക്കറിയില്ല, ആളുകൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞത്തെ ബോക്സിലുണ്ട്, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയില്ല, ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതാണ് ഇത് പച്ച അഥവാ ഗ്രീൻ ബോക്സ്, ജോമെട്രി ബോക്സ്. കൂട്ടാൻ കഴിയുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഇതൊന്നും നേരത്തെ ഉപയോഗിച്ചാണ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ജോമെട്രി ബോക്സ്. ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ എന്താണെന്ന് ഞാൻ പറയാം. അടുത്ത സ്കൂൾക്ക് ഞാനൊരു ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ടാപ്പാണ്, ഒരു വൈറ്റ് ടാപ്പ് നമുക്ക് ആവശ്യം ഉണ്ടാവും, സ്കൂൾക്കും ആവശ്യമാണ്, അതുപോലെ തന്നെ നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസിന് ആവശ്യമാണ്. ഞാനൊരു ടാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് എൻ്റെ വലിയ സ്കെയിൽ കാണാം ഗൈസ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം ഓരോ പ്രൊജക്റ്റിനാണെങ്കിലും ഡ്രോയിങ്ങിനാണെങ്കിലും ക്രാഫ്റ്റിനാണെങ്കിലും അതേപോലെ അസൈൻമെൻറ്റ് അങ്ങനത്തെ സംഭവം അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ക്യാമലിൻ്റെ സ്കെയിൽ കേട്ടോ. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ ദർശനം ഇതാണ്. വളരെ വിലക്കുറവും അതുപോലെ തന്നെ അടിപൊളി കളക്ഷനുള്ള ഒരു സംഭവം എനിക്ക് തോന്നി ദർശനം. അപ്പം ചമ്മാടുള്ള ആൾക്കാരും അതുപോലെ തന്നെ പല ചമ്മാടുന്ന ആൾക്കാരൊക്കെ പോയി വാങ്ങിക്കോളൂ ഗൈസ്, അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമുക്ക് അടുത്ത് കാണാൻ എൻ്റെ വാട്ടർ ബോട്ടിലാണ്. എൻ്റെ തട്ടം ഇങ്ങനെ പോകുന്നത് ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ വാട്ടർ ബോട്ടിൽ. എനിക്ക് എൻ്റെ സ്കൂൾ സപ്ലിമെൻറ്റ്സിൽ ഏറ്റവും ഇഷ്ടമായത് എൻ്റെ വാട്ടർ ബോട്ടിലാണ്. കാരണം ഒരു ഗ്ലാസ് ആൻഡ് എസ്തെറ്റിക് ആൻഡ് സിമ്പിൾ വാട്ടർ ബോട്ടിലാണ്. ഇതിൽ എന്തോ ഒരു സംഭവം വരുന്നത്, ഒരു കെമിക്കലാണ്. നമ്മൾ ഇത് എന്തിനുള്ളതാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ദർശനം എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് പറച്ചിലാകാണ്. നാളെ സ്കൂൾക്ക് പോകുന്നത്, അപ്പോൾ ഇന്നാണ് പറച്ചിലാവുക സമയം എന്നുള്ളത്. ഇവിടെ ഞാൻ ബബ്ലൂ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്, എന്താ എഴുതുന്നത് എനിക്കറിയില്ല. കോളർ അങ്ങനെ എന്തോണ് എഴുതിയിട്ടുള്ളത്, അങ്ങനെ ഒരു സംഭവമായിട്ടുള്ള ഒരു ടാഗ് നമുക്ക് ലഭിച്ച് പോയ ആ ഒരു സംഭവമാണ്. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ കോളർ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ പോകുന്നാൽ നമുക്ക് പിന്നെ ഇവിടെ കുറച്ച് അളവുകളും എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ ആണ്. ഇവിടെ ലോക്കാണ്, ഇതൊന്ന് തുറന്നാൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് സാധാ പോലെ കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾ കുടിച്ചാൽ പോലെ കുടിച്ചാട്ടോ, പല രീതിയിൽ നമുക്ക് കുടിക്കാൻ. ഇവിടെ വേറെ സാധനം വരുന്നുണ്ട്. അപ്പം ഇതാണ് കഴിച്ചത് സിമ്പിൾ ആൻഡ് എസ്തെറ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ മൈ വാട്ടർ ബോട്ടിൽ. അപ്പം ഞാൻ തന്നെ നാളെ എൻ്റെ സ്കൂൾ തുറക്കുന്നത്, അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ആയിരിക്കും എൻ്റെ ബാക്ക് പാക്കിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ ബുക്ക് കവറിങ്ങിൻ്റെ വീഡിയോ തന്നെ ആയിരിക്കും ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം സ്കൈഡ് ഇടും. ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. എന്ത് കണക്കാണെന്ന് വെച്ചാൽ ഇതും ഞാൻ അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ട്രിപ്പ് പോയപ്പോൾ വാങ്ങിയതാണ്. ഇതും ഒരു പച്ചയാണ് ഗൈസ്. ഇത് വെച്ചാൽ സെറ്റാണ്, ഇങ്ങനെ ഒരു പേപ്പർ പോലത്തെ ഇങ്ങനത്തെ ഒരു സ്കെയില്, പിന്നെ 2 പെൻസിൽ, പിന്നെന്താ അതിനുള്ളിൽ വരുന്നത്, പിന്നെ അതാ ഈ ഒരു കൂർപ്പി കട്ടറും അത്ര സാധനങ്ങൾ വരുന്നൊരു സെറ്റാണ്. ഡൈനോസറിൻ്റെ സാധനങ്ങളാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള എൻ്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങൾ കാണിക്കുന്ന വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ അടിച്ച് പൊടിച്ചോളൂ. ഇതിൻ്റെ ബാക്ക് ടു സ്കൂൾ സാധനങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ സാധനം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ പല വീഡിയോസും കമൻറ്റ് ഇടാൻ കഴിയുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ കമൻറ്റ് ഇടാൻ കഴിയാത്ത വീഡിയോ ആയിട്ട് ഇത് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുന്ന ചില വീഡിയോസ് ഉണ്ട്, അതിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇതേ ഡ്രസ്സിൽ ഇതേ തട്ടത്തിൽ ഇതേ ഫോണിൽ ഞാൻ ഇപ്പം തന്നെ എടുക്കും. കാരണം നാളെയാണ് സ്കൂൾ തുറക്കുന്നത്, അതുകൊണ്ട് നാളെയാണ് നമുക്ക് ബുക്ക് പാക്കിങ്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ജസ്റ്റ് മറക്കാതെ ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ ആയിരിക്കും നമ്മളെ ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ, അതുപോലെ ബുക്ക് കവറിൻ്റെ വീഡിയോ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ജസ്റ്റ് മറക്കാതെ ചെയ്യുക. അപ്പോൾ ബൈ.